Good afternoon. Good afternoon, ma'am. Good afternoon. Miss, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ. good afternoon, ma'am. ഇല്ല, ഞാന് പാട്ടായിട്ടല്ല പാടുന്നത്, ജസ്റ്റ് പറയാണ് അതിന്റെ ഒരു ചെയ്തോളൂ കേട്ടോ. സ്വർഗസ്ഥനായ ദൈവമേ, ഈ പുതിയ ദിവസത്തിന്റെ സമ്മാനത്തിന് നന്ദി. ഓരോ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും നയിക്കണമേ. ഇന്ന് സന്നിഹിതനായിരിക്കാനും നന്നായി സ്നേഹിക്കാനും നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കാനും എന്നെ സഹായിക്കണമേ. അനിശ്ചിതത്തിൽ സമാധാനവും ഞാൻ നേരിടുന്ന എന്തിനും ശക്തിയും നൽകണമേ. താങ്ക് യു. തോട്ട് ഓഫ് ദി ഡേ പറയട്ടെ മാം? പറഞ്ഞോളൂ കേട്ടോ. തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞോളൂ. You have to dream before your dreams can come true. APJ Abdul Kalam. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഞാനാണ് നിസ. പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരു കുട്ടിക്കുരങ്ങന്റെ അഹങ്കാരത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. കുട്ടിക്കുരങ്ങൻ തന്റെ പുറകിലേക്ക് നോക്കി. അവന് സന്തോഷം അടക്കാനായില്ല. വാലിന്റെ നീളം ഇന്നും കൂടിയിട്ടുണ്ട്. മറ്റു കുരങ്ങന്മാർ കുട്ടിക്കുരങ്ങന്റെ പിന്നാലെ കൂടി. ഭാഗ്യവാൻ, വാലിന് എന്തൊരു നീളം! കുരങ്ങന്മാർ പരസ്പരം പറഞ്ഞു. നീണ്ട വാലുകൊണ്ട് കുട്ടിക്കുരങ്ങൻ പല വിദ്യകളും കാണിച്ചു. വളരെ വേഗത്തിൽ അവനൊരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാം. എത്ര ഉയരത്തിലുള്ള പഴവും അവൻ എളുപ്പത്തിൽ പറിച്ചെടുക്കാം. കുട്ടിക്കുരങ്ങൻ ഏറെ കൂട്ടുകാരെ കിട്ടി. അവന് വേണ്ടതെന്നും അവർ കൊണ്ടെത്തിക്കും. മരം ചാടുകയും വെയിൽ കൊള്ളുകയും ഒന്നും വേണ്ട. അവൻ ക്രമേണ അലസനായി തീർന്നു. ആ കാട്ടിലെ കുരങ്ങന്മാരുടെ നേതാവ് വയസ്സനായ ഒരു കുരങ്ങനായിരുന്നു. കുട്ടിക്കുരങ്ങനോട് മറ്റുള്ളവരെ പോലെ പണിയെടുക്കാൻ നേതാവ് പല വട്ടവും പറഞ്ഞു നോക്കി. അവൻ നേതാവിനെ കളിയാക്കി വിട്ടു. കുട്ടിക്കുരങ്ങനെ പരിചരിക്കാൻ പുതിയ പുതിയ കൂട്ടുകാർ വന്നുകൊണ്ടേയിരുന്നു. ഒരു ജോലിയും ചെയ്യാതെ സുഖമായ ആഹാരം കഴിച്ച് കുട്ടിക്കുരങ്ങന്റെ ശരീരം തടിച്ചു വന്നു. അവൻ മരംചാട്ടം മറന്നു. ഇതെല്ലാം കണ്ട് നേതാവ് ചിരിച്ചതേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ ഉണർന്ന് കുട്ടിക്കുരങ്ങൻ തന്റെ വാലുകൊണ്ട് നോക്കി. അത്ഭുതം, വാല് കാണാനില്ല. വാല് പോയ കുട്ടിക്കുരങ്ങനെ നോക്കി കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു. അവർ അവനെ ഉപേക്ഷിച്ചു പോയി. ഇനി എങ്ങനെ ജീവിക്കും? അവന് സങ്കടമായി. കുട്ടിക്കുരങ്ങൻ നേതാവിന്റെ അടുത്ത് അവൻ സങ്കടം കൊണ്ട് കണ്ണീരൊഴുക്കി. നേതാവ് അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു, കുരങ്ങന്മാർക്ക് വാലുകൊണ്ട് മാത്രം ജീവിക്കാനാവില്ല. അഹങ്കാരം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ പോലെ പണിയെടുക്കൂ എന്ന് നേതാവ് പറഞ്ഞു. താങ്ക് യു മാം. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ്. എന്റെ മെസ്സേജ് ചെയ്യട്ടെ? ചെയ്തോളൂ. ഒരു സെക്കൻഡ് പിൻ ചെയ്യട്ടെ കേട്ടോ. കാണാവോ? കാണാം. അണ്ണാരക്കണ്ണാ പുന്നാരക്കുട്ട, ഇന്നു നീ എങ്ങോട്ടാ? വാഴക്കുലക്കുമ്പിൽ തേനുണ്ണുവാനായി പോകുന്ന പോക്കാണോ? നീ പോകുന്ന പോക്കാണോ? അണ്ണാരക്കണ്ണാ പുന്നാരക്കുട്ട, ഇന്നു നീ എങ്ങോട്ടാ? വാഴക്കുലക്കുമ്പിൽ തേനുണ്ണുവാനായി പോകുന്ന പോക്കാണോ? നീ പോകുന്ന പോക്കാണോ? എങ്ങനെ കിട്ടി 3 വരകൾ നിന്റെ മുതുകത്ത്? എങ്ങനെ കിട്ടി 3 വരകൾ നിന്റെ മുതുകത്ത്? മുത്തശ്ശൻ കൈകൊണ്ട് തൊട്ട് തലോടിയ ഭസ്മക്കുറിയാണോ? മുത്തശ്ശൻ കൈകൊണ്ട് തൊട്ട് തലോടിയ ഭസ്മക്കുറിയാണോ? അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു മിസ്, താങ്ക് യു.
വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇനി? എനിവൺ? ഇഷ്ടമുള്ള പാട്ട് പാടാം, സ്റ്റോറി പറയാം, ആക്ഷൻ സോങ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആരുമില്ല? സർ കഥ പറയാനുണ്ട്. ആ ഓക്കെ, ഷംന പറഞ്ഞോളൂ. ഞാനിവിടെ പറയാൻ പോകുന്നത് തവളയും എലിയും എന്ന കഥയാണ് കേട്ടോ. ഉം. തവളയും എലിയും. തവളയും എലിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു തടാകത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായാണ് അവർ കഴിഞ്ഞിരുന്നത്. തവള എല്ലാ ദിവസവും തടാകത്തിലൂടെ നീന്തി വന്ന് എലിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഒരു ദിവസം തവള എലിയോട് ചോദിച്ചു, "നീ ഇന്നെന്റെ വീട്ടിലേക്ക് വരുന്നോ?" എലി പറഞ്ഞു, "അതിന് സുഹൃത്തേ, എനിക്ക് നീന്താൻ കഴിയില്ലല്ലോ." തവള പറഞ്ഞു, "വിഷമിക്കേണ്ട, എന്റെ പുറകിലിരുന്നോളൂ, ഞാൻ നിന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാം." എലി സന്തോഷത്തോടെ തവളയുടെ പുറകിലിരുന്നു. തവള നീന്താൻ തുടങ്ങി. എന്നാൽ തടാകത്തിന് നടുവിലെത്തിയപ്പോൾ തവള വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി എലിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഭയന്നുപോയ എലി ഉറക്കെ കരഞ്ഞു, "സഹായിക്കൂ, സഹായിക്കൂ." ആകാശത്ത് പറന്നു നടക്കുകയായിരുന്ന ഒരു പരുന്ത് നിലവിളിക്കുന്ന എലിയെ കണ്ട് വേഗത്തിൽ താഴേക്ക് വന്ന് എലിയെ റാഞ്ചിയെടുത്തു. തവളയെ എലി മുറുകെ പിടിച്ചിരുന്നതിനാൽ പരുന്ത് രണ്ടുപേരെയും കൊണ്ടുപോയി വകവരുത്തി. ഗുണപാഠം: സുഹൃത്തുക്കളെ വഞ്ചിക്കരുത്. താങ്ക് യു മാം. വെരി ഗുഡ്, നല്ലൊരു കഥയായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളാണ് ചാടി പറയേണ്ടത്, ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യാം, എന്താണ് വേണ്ടത് മിസ് ചെയ്യുന്നത്, ഞാനാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ അല്ലേ? മടി പിടിച്ചിരിക്കരുത് കേട്ടോ, ആക്റ്റീവ് ആവുക. ആക്റ്റീവ് ക്ലാസ് ആണ്, എന്നാലും ഞാൻ പറയുവാണ്. സൗമ്യ സെൽഫ് കോൺഫിഡൻസ് ടൂൾ സംസാരിക്കട്ടെ മിസ്സേ? എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ. Self-confidence is the belief in one's abilities, judgment, and self-worth. It's the foundation of a person's mental and emotional well-being, enabling them to take risks, make decisions, and face challenges with assurance. Self-confidence is not about being arrogant or perfect. It's about trusting oneself to handle situations effectively. When you have self-confidence, you are more likely to achieve your goals, build strong relationships, and navigate life's challenges with resilience. Improving self-confidence requires a combination of self-reflection, mindset shifts, and international actions. Start by identifying your strengths and accomplishments and focus on building on those positives. Practice self-compassion and challenge negative self-talks by replacing it with affirmations. Set achievable goals and celebrate your success, no matter how small. Develop new skills, take calculated risks, and step out of your comfort zone. Surround yourself with positive influences and seek feedback from trusted individuals. With consistent effort and practice, you can build self-confidence and unlock your full potential. Thank you, Miss. ഓക്കെ, താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു സെക്കൻഡേ.
ഓക്കെ, അപ്പൊ നമ്മള് പ്രീവിയസ് ക്ലാസ്സിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? ആണോ? അതെ. എത്ര ഏജ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? 1.5 തൊട്ട് 2 വരെ. ഏതാണ് പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് 12 to 17 months പറഞ്ഞായിരുന്നോ? 18 to 23. അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു? അതെ, അത് കഴിഞ്ഞു. ഇനി 2 to 3 yearsന്റെ ആണ് തുടങ്ങേണ്ടത്. തുടങ്ങുന്നത് അല്ലേ? ഓക്കെ. ഒരാളൊന്ന് റീഡ് ചെയ്തേ 2 to 3 years. മാം ഇത് നമ്മളെ ബുക്കിലുണ്ടോ? അവിടെ ബുക്കിലില്ല കേട്ടോ, ബുക്കിലില്ലാത്തതാണ്. ഇവിടെ നോക്കി റീഡ് ചെയ്യാൻ പറ്റില്ലേ? സ്ക്രീൻ നോക്കി റീഡ് ചെയ്യാൻ പറ്റില്ലേ? യെസ്, വായിക്കട്ടെ. ഓക്കെ. Knows some spatial concepts such as സ്പെഷ്യൽ കൺസെപ്റ്റ് കേട്ടോ, സ്പെഷ്യൽ. special okay, special concepts such as in or on. Knows pronouns such as you, me or her. Knows descriptive words such as big or happy. Uses 3-word sentences. Speech in becoming more accurate but may still leave off ending sounds. Strangers may not be able to understand much of what is said. Answer simple questions. Begin to use more pronouns such as you or I. Uses question inflections to ask for something such as my ball. Begin to use plural such as shoes or socks and regular past tense verbs such as jumped. എക്സ്പ്ലെയിൻ ചെയ്യാമോ അത് മനസ്സിലായ കാര്യങ്ങൾ? കുട്ടികൾ സ്പെഷ്യൽ കോൺസെപ്റ്റ് ആയ ഉള്ളിൽ മുകളിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും. പിന്നെ നീ, ഞാൻ, അവൾ അങ്ങനെയുള്ള വേർഡ്സ്. പിന്നെ ബിഗ്, ഹാപ്പി പോലുള്ള ഓരോന്നിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവും. വലുത്, ചെറുത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ 3 സെന്റൻസസ്, 3 വേർഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പഠിക്കും. യൂസസ് 3-word sentences. അമ്മേ ചായ വേണം എന്ന് പറയുന്ന പോലെ 3 വേർഡ്സ് ഒരുമിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കും. സ്പീച്ച് ഈസ് ബിക്കമിങ് മോർ ആക്യുറേറ്റ്, കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും, ക്ലിയർ ആവും. ബട്ട് മേ സ്റ്റിൽ ലീവ് ഓഫ് എൻഡിങ് സൗണ്ട്. ചിലപ്പോൾ നമുക്ക് നിർത്തി വരുമ്പോഴത്തേക്കും ലാസ്റ്റോട് എത്തുമ്പോൾ മനസ്സിലാവുക ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ളവർക്ക്, അതായത് നമ്മളല്ലാതെ പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആയെന്ന് വരില്ല. ചെറിയ ക്വസ്റ്റ്യൻസിന്, സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പഠിക്കും. നീ, ഞാൻ എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കും. ക്വസ്റ്റ്യൻസ് സച്ച് ആസ് ഏതെങ്കിലും കാര്യം, എന്താ മൈ ബോൾ, എന്റെ സാധനം, അത് എന്റേതാണെന്ന് പറയാൻ പഠിക്കും. പ്ലൂറൽ വേർഡ്സ് ആയ ഷൂ, സോക്സ്, അത് കുറച്ച് ജോഡികളുടെ സംഭവങ്ങൾ പറയാൻ വേണ്ടി പഠിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി പഠിക്കും. കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പഠിക്കും. അപ്പോ 2 to 3 years എന്ന് പറയുന്നത് ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് സ്പെഷ്യൽ കൺസെപ്റ്റ്സ് ഇൻ ഓർ ഓൺ, അതായത് കുട്ടിയുടെ എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോ പെട്ടിയുടെ ഉള്ളിലാണെങ്കിലോ ബോക്സിനുള്ളിലാണെങ്കിലോ അല്ലെങ്കിൽ മേശയുടെ മീതെയാണെങ്കിലോ അത് മുകളിലാണ് അല്ലെങ്കിൽ അത് ഉള്ളിലാണ്, ഇൻ ഓർ ഓൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഏതെങ്കിലും ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും കേട്ടോ. ചിലപ്പോ കുട്ടിയുടെ ഏതെങ്കിലും ഡോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആയിരിക്കാം. അതൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കും വിൽക്കുന്നത്. അപ്പോ അത് അവര് വേർതിരിച്ച് കാണാനായിട്ട് തുടങ്ങുന്നു. ഒന്നില്ലെങ്കിൽ ഇൻ അല്ലെങ്കിൽ ഓർ.
ഉള്ളിൽ അല്ലെങ്കിൽ മീതെ അല്ലെങ്കിൽ മുകളിൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കി എടുക്കുന്നു. രണ്ടാമത്തേത് നോസ് പ്രോനൗൺസ് സച്ച് ആസ് യു, മീ ഓർ ഹെർ. അതായത് പ്രോനൗൺസുകൾ ഉപയോഗിക്കുന്നു. പ്രോനൗൺ എന്താണ്? അതായത് നിന്റേത്, അത് അല്ലെങ്കിൽ എന്റേത്, അല്ലെങ്കിൽ അവളുടേത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് ഒരു ഒബ്ജക്റ്റ്, ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കയ്യിൽ കിട്ടിയാല് അത് എന്റേതാണെന്നും അല്ലെങ്കിൽ നിന്റേതാണെന്നും അല്ലെങ്കിൽ അവളുടേതാണെന്നും പറയാനായിട്ട് കുഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമാണത്. 2 to 3 years അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നോസ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് സച്ച് ആസ് ബിഗ് ഓർ ഹാപ്പി. അതായത് എന്താ പറയാ, ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്, അതായത് വലുത് അല്ലെങ്കിൽ എന്താ പറയാ സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുഞ്ഞത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുഞ്ഞൊരു ആനയെ കാണുവാണെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ നമുക്കറിയാം കുഞ്ഞിന്റെ മുഖം, അതായത് ഫേസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഭയങ്കരമായിട്ടൊരു എക്സ്പ്രഷൻ അവരുടെ മുഖത്ത് ഉണ്ടാവില്ലേ? അവര് കാണാത്തൊരു കാര്യം കാണുവാണെങ്കിൽ, അതും അത് വലുതാണെങ്കിൽ, ഇല്ലേ? ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുന്നു, അത് വലുതാണ് അല്ലെങ്കിൽ അത് ചെറുതാണ്. വലുതിന് എന്താ പറയാ, കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഒരു കൗതുകമാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആനയെ കാണുമ്പോൾ, ഒരു ഇൻഫന്റിനെ കണ്ടു കഴിയുമ്പോൾ കുട്ടിയുടെ മുഖം ഭയങ്കരമായിട്ട് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോ ആ കുട്ടിക്ക് അത് മനസ്സിലായി വരുവാണ്, ആ എലിഫന്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ജീവിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റ് ആണെന്ന് കുട്ടി മനസ്സിലാക്കി വരുന്നൊരു പ്രായമാണത് ഈ ഒരു 2 to 3 years എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സന്തോഷം വരുമ്പോ ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യും, ഇല്ലേ? കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കുഞ്ഞുങ്ങളുടെ, അല്ലേ? സന്തോഷം, ഹാപ്പിനെസ് അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് പല വിധത്തിൽ എന്ത് ചെയ്യാറുണ്ട്, അത് ഫേസ് ആയിക്കോട്ടെ, ഹാൻഡ് ആയിക്കോട്ടെ, ഫിംഗർ ആയിക്കോട്ടെ, പല രൂപേണ എന്ത് ചെയ്യാറുണ്ട്, അവരത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, then next uses 3 word sentences. അതായത് 3 വേർഡുള്ള സെന്റൻസ് അവർ പറയാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ നേരത്തെ കുട്ടി പറഞ്ഞു, എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത ആളുടെ പേരെന്തായിരുന്നു? റസ്മിന. റസ്മിന. എനിക്ക് PDF ഉള്ളതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ, അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ റസ്മിന പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ ഒരു എന്താ പറയാ പറയാം, അമ്മ എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞാൽ, അമ്മ എനിക്ക് ചായ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് 3 word സെന്റൻസ് ആണ്. അത് കുട്ടി പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണത് 2 to 3 years എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്പീച്ച് ഈസ് ബിക്കം മോർ ആക്യുറേറ്റ്. അതായത് അവർ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനായിട്ട് തുടങ്ങും. മുമ്പ്, അതായത് 2 വയസ്സിന് അല്ലെങ്കിൽ 2-നും 3-നും ഇടയിലുള്ള വയസ്സിന് മുമ്പ് വരെ അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു വ്യക്തത ഈ ഒരു ഏജ് എത്തുമ്പോൾ ആ ഒരു ആക്യുറസി വരാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. പിന്നെ അതുപോലെ തന്നെ എൻഡിങ് സൗണ്ടുകൾ ചിലപ്പോൾ അവർ വിട്ടുപോകാം. ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണം എന്നില്ല, അത് നിർബന്ധമില്ല കേട്ടോ. സെന്റൻസ് പറയും അവര്, പക്ഷെ ലാസ്റ്റത്തെ ചില സൗണ്ടുകളും അല്ലെങ്കിൽ വേർഡുകളൊക്കെ ചിലപ്പോൾ മിസ്സായിന്ന് വരാം. ഓക്കെ, പക്ഷെ സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവില്ല. 2 to 3 years ഉള്ള കുട്ടികളല്ലേ, പുറത്തുള്ള ആളുകൾക്ക് ഇവര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വീട്ടിലൊരു ഗസ്റ്റ് വരുവാണ്, അല്ല, അവരൊക്കെ കുട്ടികളെ അപേക്ഷിച്ച് സ്ട്രേഞ്ചർ ആണ്, കാരണം കുട്ടികൾ അവരെ വീട്ടിൽ കാണുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരുവാണ്, അപ്പൊ അവരെന്തെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങള് ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരില്ല. വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും, അതാണ് പ്രത്യേകത കേട്ടോ. Then answers simple question. ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് ഉത്തരം പറയും. ഓക്കെ, അതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നീ ഊണ് കഴിച്ചോ അല്ലെങ്കിൽ നീ എന്താ പറയാ പാപ്പം തിന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് കുട്ടി എന്താണ് തലയാട്ടി അതിന് ഉത്തരം പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പ്രോനൗൺസുകൾ യു ഐ പോലുള്ള പ്രോനൗൺസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ബോളാണ്, എന്താണ് അത് എന്റെ ബോളാണ് അല്ലെങ്കിൽ അത് നിന്റെ ബോളാണ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു.
പിന്നെ അതുപോലെ തന്നെ ജോഡി വൈസ്, അതായത് ഷൂസ് അല്ലെങ്കിൽ സോക്സ്, അങ്ങനെ എന്താ പറയാ പ്ലൂറൽ നൗൺസ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞ കാലത്തിൽ നടന്ന കാര്യങ്ങള് എന്താണ് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താണ് ചാടി, ഞാൻ വീണു, അങ്ങനെയുള്ള കാര്യങ്ങള് പറയാനായിട്ട് തുടങ്ങുന്നതാണ്. ഓർത്തെടുത്ത് ചിലപ്പോൾ പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് അത് 2 to 3 years എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ ടി വിൽസൺ എന്തെങ്കിലും പറയാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഇല്ല മാം. എന്തോ പറഞ്ഞല്ലോ കമന്റില് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതെ, വ്യക്തത കാണത്തില്ല പറയുന്നതിന്. നമ്മുടെ വീട്ടില് അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ. ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും പുറത്തുനിന്ന് വന്നാല് അവനോട് ചോദിക്കുമ്പോ അവൻ പറയും, പക്ഷെ അവർക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും അല്ലെ? ഓക്കെ. സുറുമിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പേരൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഫോണിൽ കൂടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ചോദിക്കും. പക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഇവർ എന്നോട് ചോദിക്കും എന്താടി അവള് പറഞ്ഞതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫോണിൽ അങ്ങനെ കേൾക്കുന്നവർക്ക് ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് പറയൂ. ഇതിലല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. കേൾക്കുന്നുണ്ടോ? ഇതിലല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്തോളൂ. റസ്മിന, ഞാൻ ചോദിക്കാം കേട്ടോ. റസ്മിന പറഞ്ഞോളൂ. എന്റെ ചേച്ചിന്റെ മോന് ഏകദേശം 3 വയസ്സ് കഴിഞ്ഞു. എന്നിട്ട് അവന് ഒരു വേർഡ് 1.5 വേർഡ് 2 വേർഡ് മുഴുമിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ചായ താന്ന് തരൂ എന്നറിയില്ല. അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് നമ്മള് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ, ഗവൺമെന്റിൽ തന്നെയുള്ള ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ അവര് പറഞ്ഞത് കുഞ്ഞിന് 3-3.5 വയസ്സായിട്ടുണ്ടെങ്കിലും 2 വയസ്സോളമുള്ള വളർച്ചയെ സംസ്പീക്കിന് അത്രേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങള് അംഗനവാടിയിൽ കറക്റ്റ് ആയിട്ട് വിടണം. നിങ്ങൾ അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു ലെവലിൽ അവൻ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മയെ ചായ വേണം എന്നുള്ള 3 സെന്റൻസ് പറയേണ്ട സമയമായിന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വായിക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഒരു 3 വയസ്സ് 2 to 3 years ആകുമ്പോഴത്തേക്ക് 3 സെന്റൻസസ് മസ്റ്റ് ആയിട്ട് അവര് കംപ്ലീറ്റ് ആയില്ലെങ്കിലും അവർ പറയാൻ ശ്രമിച്ചിരിക്കണം. അതെല്ലാവരും ആ 3 വയസ്സാകുമ്പോൾ കുട്ടികൾ അത് പറയുന്നുണ്ടോ എന്നുള്ളത് ക്ലിയർ അല്ലെങ്കിലും ആ 3 വേർഡ്സിന് അവർ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഗീതയാണോ പറയാനുള്ളത്? സംഗീതയാണോ പറയണമെന്ന് പറഞ്ഞത്? അതെ മാം. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട് മാം. എനിക്ക് 2 കുട്ടികളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ട് ശബ്ദം എന്തോ ഭയങ്കരമായിട്ട് വരുന്നു. പറഞ്ഞോളൂ. എനിക്ക് 2 കുട്ടികളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് എന്റെ ഇളയ മോള്. അവള് കുഞ്ഞായിരുന്നപ്പോ ഒരു 2 വയസ്സ് 3 വയസ്സ് വരെ അവള് ഒന്നും സംസാരിക്കില്ലായിരുന്നു. അമ്മാന്ന് മാത്രമേ അവള് പറയുള്ളായിരുന്നു. എല്ലാം അവളിങ്ങനെ ആക്ഷൻ ആയിരുന്നു കൂടുതൽ അവള് കാണിച്ചിരുന്നത്. അപ്പൊ നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അംഗൻവാടിയിലത്തെ ടീച്ചർ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മോളെ എന്തിനാ അംഗൻവാടി വിടാണ്ടിരിക്കണത്? അപ്പൊ ഞാൻ പറഞ്ഞു, കൊച്ചൊന്നും വർത്താനം ഒന്നും പറയണില്ല, അതുകൊണ്ട് ഞങ്ങൾ അംഗൻവാടി വിടാത്തേന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം അംഗൻവാടിയിലോട്ട് കുട്ടീനെ പറഞ്ഞു വിട്, നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ആ ടീച്ചർ പറഞ്ഞ പോലെ എന്റെ മോളെ ഞാൻ വിട്ട് 1 മാസത്തിനുള്ളിൽ അവള് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് അത്രയും കുട്ടികളുടെ പേര് വരെ അവള് പറഞ്ഞു എന്നുള്ളത് ആ സംസാരം. എല്ലാവരുമായിട്ട് ലിങ്ക് ആയപ്പോഴത്തേക്കും അവള് പഠിക്കുകയാണ്. അവൾക്ക് 19 വയസ്സുണ്ടാവും എന്റെ ഇളയ മോൾക്ക്. അപ്പൊ അവളുടെ വർത്താനം എന്ന് പറയുമ്പോ ഞങ്ങൾ ഇപ്പൊ പറയണം, അവള് പറഞ്ഞ് കളിയാക്കണം, അന്ന് വിടണ്ടായിരുന്നു, ഭയങ്കര വർത്താനമാണ്, നിർത്തില്ല അവള്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ചേട്ടത്തിയുടെ മോളുടെ മോള് കുഞ്ഞു കുട്ടിയാ. അവൾക്കിപ്പോ സ്റ്റിൽ 3 വയസ്സ് ആവണേ ഉള്ളൂ. പക്ഷെ അവള് 1 വയസ്സ് കഴിഞ്ഞപ്പോ മുതല് ഞങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ നല്ല ഫ്ലുവന്റ് ആയിട്ട് അവള് പറയുമായിരുന്നു. എന്റെ പേരായിരുന്നാലും കുട്ടികളുടെ പേരായിരുന്നാലും ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് പറയും. 1.5 വയസ്സായപ്പോഴത്തേക്കും നമ്മൾ ഈ ചെറിയ ബുക്കില്ലേ ടീച്ചർ, നമ്മുടെ ഈ ഫ്രൂട്ട്സിന്റെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ പേരുള്ള
അത് നോക്കി നല്ല പിക്ക് മാത്രം നോക്കിക്കൊണ്ട് ആ കുട്ടി മോള് നല്ല ക്ലിയർ ആയിട്ട് അതിന്റെ പേരുകൾ പറയുമായിരുന്നു. എന്റെ അടുത്ത് അതിന്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് അവളാ ചെയ്തത്. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി. കാര്യം അത്ര ഫ്ലുവന്റ് ആയിട്ട് അവൾ ഓരോ പേരും പറഞ്ഞോളൂ. ഇപ്പൊ അവൾക്ക് 3 വയസ്സാവണം. ഇപ്പൊ അവള് നമ്മുടെ ഈ അയ്യപ്പ സോങ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അവള് പാട്ട് പാടും. ഫിലിമിലെ ഒരു പാട്ട് കേട്ട അതേപോലെ അവള് പാടും. അവളുടെ വർത്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴാണ് അവള് തമിഴ്നാട്ടിലാണ് അവള്. അപ്പൊ ആ കുഞ്ഞ്, അവളുടെ പേര് ആത്മീക എന്നാണ്. സൂപ്പർ ആയിട്ട് പാട്ടും പാടും. സംസാരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതുപോലെ നമ്മളൊക്കെ എങ്ങനെയാണോ സംസാരിക്കണം അതേപോലെ ഒരു തെറ്റ് പോലും ഇല്ലാണ്ട് അവള് പറയും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് അവളുടെ സംസാരം കേൾക്കുമ്പോൾ. കാര്യം വേറൊരു ചേട്ടത്തിന്റെ മോള് ഇതിലും പ്രായമുള്ളവൾ ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറയില്ല. പക്ഷെ ഇവള് ഭയങ്കര ഇതാണ് അവള്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആണ് അവള്. നീന്താൻ വരെ അവള് പഠിച്ചു എന്നുള്ളത് ഈ 3 വയസ്സിനുള്ളിൽ. ഭയങ്കര ആക്റ്റീവ്. അതാണ് എനിക്ക് പറയണം തോന്നിയത് മിസ്സേ. താങ്ക് യു മിസ്. ഓക്കെ, ഷെയർ ചെയ്തതിന് താങ്ക്സ് ആയിട്ട്. അപ്പൊ സംഗീത പറഞ്ഞില്ല, അതുപോലെ നിങ്ങൾക്കും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുകൊണ്ട് പ്ലീസ് ഷെയർ ചെയ്യുക കേട്ടോ എക്സ്പീരിയൻസ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മള് ലേറ്റ് ആയിട്ട് സംസാരിക്കുന്നത് നടക്കുന്ന പിള്ളേരില്ലേ, സംസാരിക്കുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവര് നല്ലതുപോലെ സംസാരിക്കുകയും എല്ലാം ചെയ്യും. ലേറ്റ് ആയിട്ട് ഇപ്പം 1 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞിട്ടും ചുവേ സംസാരിക്കുന്നില്ല എടുക്കുന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവര് നല്ലതുപോലെ സംസാരിക്കുകയും എല്ലാം ചെയ്യും. ചിലര് ഒരു വയസ്സ് കഴിഞ്ഞാലും ചില പിള്ളേർ നടക്കത്തില്ലല്ലോ, പിന്നെ 2 വയസ്സ് കഴിയുമ്പോൾ ഓടും, നിക്കത്തില്ല. അങ്ങനെ പറയാൻ 2-3 പേരുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ ഓക്കെ. Then നിങ്ങൾക്ക് ഒരുവിധ എക്സ്പീരിയൻസ് ഇല്ലേ? കുട്ടികളുടെ അമ്മമാരല്ലേ നിങ്ങളൊക്കെ? എല്ലാവരും അമ്മമാരല്ലേ? ഞാൻ പറയട്ടെ മാം. ആ ഓക്കെ മാം. എന്റെ മൂത്ത മോൾക്ക് 6 വയസ്സുണ്ട്. അവള് സംഗീത ചേച്ചി പറഞ്ഞ പോലെ തന്നെ മൂത്ത മോൾ എന്ന് പറഞ്ഞാൽ അവള് 1 വയസ്സിന് ശേഷം, 1 വയസ്സിന് മുമ്പ് തന്നെ അവള് സംസാരിക്കാൻ തുടങ്ങി. നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ചില ബുക്കുകൾ നോക്കി, ഞാനാണെങ്കിൽ ഒരു റൂമിനകത്ത് ഒരു അംഗൻവാടി പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്തായിരുന്നു, ഇങ്ങനെ ഓരോ പിക്ചറൊക്കെ വെച്ച്. അത് നോക്കിയാണ് അവൾ പെട്ടെന്ന് സംസാരിക്കാൻ പഠിച്ചു. ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവള് ബൈബിൾ വാക്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 വാക്യങ്ങൾ വരെ കുഞ്ഞ് കാണാതെ പറയുമായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്റെ ഇളയ മോൾ ഇപ്പൊ 1.5 വയസ്സ്, നേരെ ഡിഫറെന്റ് ആണ്. പുള്ളിക്കാരി സംസാരിക്കത്തേ ഇല്ല, ഫുൾ ആക്ഷന്. അവക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവള് സംസാരിക്കത്തുള്ളൂ. അങ്ങനെ 2 കുട്ടികളെ ഒരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ മക്കളെ. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? മാം. പറഞ്ഞോളൂ കേട്ടോ. എന്റെ മോൻ ഈ പറഞ്ഞ പോലെ 8 മാസമായപ്പോ ഞാൻ ജസ്റ്റ് ബുക്സ് ഒക്കെ ABCD നമ്പേഴ്സിന്റെ ഒക്കെ ബുക്സ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോ മോന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ തുടങ്ങി. ആള് എല്ലാ വേർഡ്സും പറയാനായിട്ട് 1 വയസ്സാകുമ്പോഴേക്കും ഫുൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ 1 വയസ്സും ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടാ നടന്നത്. ആള് ലേറ്റ് മുട്ടുത്ത വരെ ചെയ്തിട്ടില്ല. ആള് പേടിയായിരുന്നു. കസാരയും പിടിച്ച് ഇതാക്കാൻ പറഞ്ഞാൽ പോലും ആള് പേടിച്ചിട്ട് കരയും. പക്ഷെ 1 വയസ്സ്, അപ്പൊ ഞങ്ങള് ഭയങ്കര ഇതായി. 1 വയസ്സായിട്ട് കുട്ടി എന്ത് നടക്കാത്ത അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയി. അപ്പൊ 1 വയസ്സും ആഴ്ച കഴിഞ്ഞപ്പോ ആള് തന്നെ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. പിന്നെ നല്ല പഠിക്കാനായാലും കുഴപ്പമില്ല. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാത്തിലും. നല്ല ഒരു ഇതായിരുന്നു. ഈ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടാ. എന്റെ അനിയത്തിന്റെ മോളിപ്പം 11 മാസം കഴിഞ്ഞു. ഇത് അമ്മയെന്നല്ല ഉമ്മാന്ന് വിളിക്കും. വേറെന്തോ താത്ത അങ്ങനെയൊക്കെ പറയും. അല്ലാതെ വേറൊന്നും പഠിക്കാനൊന്നും ഇതില്ല. അത് കുറച്ചും കൂടി IQ ലെവൽ കൂടുതലായിരിക്കും. നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കുട്ടി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കാർഡ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താല് പെട്ടെന്ന് പറയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തത് 3 to 4 years ആണ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? സുമി റീഡ് ചെയ്യാമോ?
Okay, Miss. Group 3 to 4 years. Groups objects such as food or clothes. Identifies colors. Use most speed sounds but may distort some of the more difficult sounds such as L, R, S, Sh, Ch, Y, V, Z, T, etc. These sounds may not be fully mastered until age 7 or 8. Uses consonants in the beginning, middle, and end of words. Some of the more difficult consonants may be distorted, but attempts to say them. Strangers are able to understand much of what is said. Able to describe the use of objects such as fork or car. Has fun with language, enjoys poems, and recognizes languages absurdities such as "Is that an elephant on your head?" Expresses ideas and feelings rather than just talking about the world around him or her. Uses verbs that end in ing such as walking or talking. Answers simple questions such as what do you do when you are hungry? Repeats sentences. എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്റെ മകളുടെ പ്രായമാണ് 3 years എന്റെ മകൾക്ക്. അവളും ഗ്രൂപ്പ് ഒബ്ജക്ട്സ് സച്ച് ആസ് ഫുഡ് ക്ലോത്തുകളെല്ലാം ഗ്രൂപ്പ് ചെയ്ത് പറയാനും എല്ലാം കുട്ടികൾ പഠിക്കും. പിന്നെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യും. എന്റെ മകളെ കളേഴ്സ് ഞാൻ പഠിപ്പിക്കാറുണ്ട്, പക്ഷെ അവളെല്ലാം പച്ചാന്ന് പറയും, എല്ലാം ഗ്രീൻ ആണ് അവൾക്ക്. റെഡ് കാണിച്ചാലും അവള് ഗ്രീനാന്ന് പറയും, എല്ലാം അവൾക്ക് ഗ്രീൻ ആണ്. പഠിച്ചു വരുന്നുള്ളൂ. യൂസ് മോസ്റ്റ് സ്പീഡ് സൗണ്ട്സ് ബട്ട് മേ ഡിസ്റ്റോർട്ട് സം ഓഫ് ദ മോർ ഡിഫിക്കൽട്ട് സൗണ്ട്സ്. ഒരുവിധം എല്ലാ സൗണ്ടുകളും കുട്ടികൾ യൂസ് ചെയ്യാൻ പ്രാപ്തരാകും ഈ പ്രായത്തില്, കുറച്ച് സൗണ്ടുകൾ ഒഴികെ. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ല, റ, സ, ഷ, ച, യ, വ, സ, ത. ഈ സൗണ്ടുകൾ കുട്ടികൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും പറയാൻ വേണ്ടിയിട്ട്. These sounds may not be fully mastered until age 7 or 8. ചില കുട്ടികൾക്ക് 7 or 8 years വരെ കാത്തിരിക്കേണ്ടി വരും ഈ സൗണ്ടുകൾ ക്ലിയർ ആവാനായിട്ട്. ഒരു കാര്യം പറയട്ടെ, അതായത് ഇവിടെ സൗണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലെറ്റേഴ്സ് അല്ല. ഓക്കെ, കുട്ടികൾ ആദ്യം ലെറ്റേഴ്സ് അല്ല പഠിക്കുന്നത്, സൗണ്ട്സ് ആണ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ 3 to 6 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മള് കുറെ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പിങ്ക്, ബ്ലൂ, ഗ്രീൻ പോലുള്ള സ്കീമുകൾ. അതായത് അവരെ വേർഡ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേർഡിനേക്കാൾ ഉപരി അവരെ സൗണ്ട് ഫെമിലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളുടെ കോഴ്സ് ലാസ്റ്റ് ആകുമ്പോൾ കാണിച്ചു തരാം. അപ്പോഴാണ് എല്ലാ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ക്യാറ്റ് അങ്ങനെയല്ലേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം, അല്ലേ? ആണോ? നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഏതാണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണോ അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ഇതിനകത്ത് പറയുന്നത് ഇംഗ്ലീഷിലുള്ളതാണ് കേട്ടോ. ഈ ഒരു നിങ്ങൾക്കറിയാം, ഈ ഒരു ടേബിൾ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ മലയാളത്തിലായിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൗണ്ട്സുകളാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോമി പറഞ്ഞത് കറക്റ്റ് ആണ്. ല, ഋ, സ്, ഷ, ച, യ, വ, സ്, ത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള സൗണ്ട്സുകളാണ് കുഞ്ഞ് ആദ്യം പറയാനായിട്ട് തുടങ്ങുന്നത്. പിന്നീടാണ് അവര് വേർഡ് അല്ലെങ്കിൽ ലെറ്ററിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, UKG പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റ, തറ, പറ. അപ്പൊ റാ എല്ലാം കറക്റ്റ് ആയിട്ട് വരില്ല അവർക്ക്. കുറച്ച് ഒരു 1, 2 ആയിട്ട് വേണം അവർക്ക് കുറച്ച് കറക്റ്റ് ആയിട്ട് ആ സൗണ്ടുകൾ പുറത്തേക്ക് വരുള്ളൂ. Then next, use consonants in the beginning, middle and ends of words. Some of the more difficult consonants may be distorted, but attempt to say them. ചില കൺസോണൻസുകൾ, അതായത് വവൽസ് അല്ലാത്ത ബാക്കി എല്ലാ കൺസോണൻസുകളാണല്ലോ ആൽഫബറ്റ്സിലെ. ഈ കൺസോണൻസ് വെച്ചിട്ട് അവര് ബിഗിനിങ്ങിലും മിഡിലും വേർഡുകളുടെ അവസാനത്തിലും അവർ പറയാൻ ശ്രമിക്കും. പക്ഷെ എല്ലാം സാധ്യമാകുന്നിരിക്കില്ല. പക്ഷെ എന്നാലും അവർ അറ്റംപ്റ്റ് ചെയ്യും, പറയാൻ വേണ്ടി അവർ ശ്രമിക്കും.
The next, strangers are able to understand much of what is said. മറ്റുള്ളവർക്ക് സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും ഇവര് പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം എന്റെ മകള് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ എന്റെ പേരൻസിനൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒന്നും നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ എല്ലാം കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും. മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല കാര്യങ്ങളും. ഇപ്പൊ അംഗൻവാടിയിലും സ്കൂളുകളിലൊക്കെ ആയാലും ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുടെ സംസാരങ്ങൾ. Then able to describe the use of subjects such as for, car, അല്ല എന്തൊക്കെ ഓരോ വസ്തുക്കളുടെ പേരുകളും കൃത്യമായിട്ട് പറയാൻ അവർക്ക് സാധിക്കും ഈ ഒരു പ്രായത്തിൽ. Then next, has fun with language, enjoys poems and recognizes language absurdities such as is that an elephant on your head? എന്റെ തലയിൽ എന്താ ആനയാണോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സെന്റൻസ് പറയാനും കുട്ടികൾ പ്രാപ്തരാകും. അതുപോലെ ഭാഷ വെച്ചിട്ടുള്ള തമാശകളായാലും പോയംസ് ആയാലും എന്ത് കാര്യങ്ങളായാലും കുട്ടികൾ എല്ലാം ക്യാച്ച് ചെയ്യാനും അവർക്കത് പറയാനും പഠിക്കും. എന്റെ മക്കളൊക്കെ പാട്ടൊക്കെ പഠിക്കുമ്പോൾ ഇവളും അത് കേട്ട് കറക്റ്റ് ആയിട്ട് പാട്ടൊക്കെ പാടും. Then next, expresses ideas and feelings rather than just talking about the world around him or her. അവരുടെ ചുറ്റും കാണുന്ന ലോകത്തിൽ അവരുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിലെ ഐഡിയാസും അതിന്റെ ഫീലിങ്സും അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് പിടിപ്പിക്കാൻ അവർക്ക് കഴിയും. Next, uses verb that end in ing such as walking or talking. ഇതൊക്കെ പറയാൻ ഇങ് വെച്ചിട്ടുള്ള ING വെച്ചിട്ടുള്ള വേർഡ്സ് ഒക്കെ ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ തിന്നിരുന്നു എന്നൊക്കെ പറയാൻ അവർക്ക് സാധിക്കും. Answer simple questions such as what do you do when you are hungry? നിനക്ക് വിശക്കുമ്പോ നീ എന്താ ചെയ്യുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോറ് തിന്നും, ഞാൻ പാപ്പം കഴിക്കും എന്നൊക്കെ പറയാൻ കുട്ടികൾ പ്രാപ്തരാകും. പിന്നെ റിപ്പീറ്റ് സെന്റൻസുകളൊക്കെ റിപ്പീറ്റ് ചെയ്യാനും ഇപ്പൊ നീ എന്താ ചെയ്തതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞത് തന്നെ പറയാൻ അവർക്ക് സാധിക്കും. ഓക്കെ മിസ്. താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ആദ്യം തന്നെ പറയുന്നത് ഗ്രൂപ്പ് ഒബ്ജക്ട്സ് ജസ്റ്റ് ഫുഡ് ഓർ ക്ലോത്ത്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് അവര് ചില വസ്തുക്കളെ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നോട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഫുഡ് അല്ലെങ്കിൽ ക്ലോത്ത്. അതായത് ഫുഡ് ഐറ്റംസ് ആയാലും അതുപോലെ ക്ലോത്ത്സ് വസ്ത്രങ്ങളായാലും അവര് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഇപ്പൊ ഒരു ആപ്പിള് കണ്ടു, അല്ലെങ്കിൽ ഒരു മാംഗോ, അല്ലെങ്കിൽ എന്താ പറയാ ഗ്രേപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഫ്രൂട്ട്സ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ചില ഫുഡ് ഐറ്റംസിനെ അവർ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പൊ വെജിറ്റബിൾസിൽ തന്നെ ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അമരാന്തസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോ അവരതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഇത് വെജിറ്റബിൾ ആണ് അല്ലെങ്കിൽ ഇത് ഫ്രൂട്ട് ആണെന്ന് അവർ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ചില ക്ലോത്ത്സുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങള് പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഫ്രോക്കുകൾ ഉണ്ട്, ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഷർട്ട് ഉണ്ട്, ട്രൗസേഴ്സ് ഉണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവര് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള കളേഴ്സ് അവർ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ്, എല്ലാ കളറുകളും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല കേട്ടോ. ചില അട്രാക്റ്റ് ആയിട്ടുള്ള കളേഴ്സിനൊക്കെയാണ് അവർ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ റെഡ് കളർ, അതൊക്കെ പെട്ടെന്ന് അവർ തിരിച്ചറിയും. ഓക്കെ, പിന്നീടാണ് ബാക്കിയുള്ള കളേഴ്സ് അവര് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട്സുകളാണ് കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സൗണ്ടിൽ അവർക്ക് കൂടുതൽ, അതായത് സൗണ്ട്സ് ഉപയോഗിക്കാനായിട്ട് അവർക്ക് കൂടുതൽ ക്ലാരിറ്റി വരുന്നത് അവരുടെ 7 or 8 years ആവുമ്പോഴാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ട്, അതായത് ചില വേർഡ്സുകൾ പറയുമ്പോൾ ചിലപ്പോൾ ഫുൾ ആയിട്ട് അവർക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. വവൽ സൗണ്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പ്രയാസമുള്ള സൗണ്ട് എന്ന് പറയുന്നത് അത് കൺസണന്റ് സൗണ്ട് ആണ്. അത് അവരിൽ പറയുമ്പോൾ, ചില വേർഡുകൾ പറയുമ്പോൾ ചിലപ്പോൾ മിഡിൽ ലെറ്ററോ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ലാസ്റ്റ് ലെറ്ററോ ഒക്കെ ചിലപ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവര് ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ചില വേർഡ്സ് വിട്ടുപോകുന്നെങ്കിൽ കൂടിയും അവര് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്, അറ്റൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ അറ്റംപ്റ്റ് നടത്താറുണ്ട് അവർ പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവും കേട്ടോ. ഈ ഒരു 3 to 4 years വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില ഒബ്ജക്റ്റിനെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇവിടെ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞാല്
ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 4 കാർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ഒരു കാറ് കണ്ടു കുഞ്ഞുങ്ങള്, എന്തൊക്കെ ആണ് കുഞ്ഞുങ്ങൾ പറയാ ഒരു കാറ് കണ്ടു കഴിഞ്ഞാല്? അതിന്റെ കളറ് പറയും. എന്താണ്? അതിന്റെ കളറ് പറയും. അതിന്റെ കളറ് പറയും, അതിന് 4 ചക്രങ്ങൾ ഉണ്ടെന്ന് പറയും, കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയും, വീട്ടുമുറ്റത്താണ് ആ കാറ് കിടക്കുന്നതെന്ന് പറയും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അതൊക്കെ അവരെന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ സമയത്ത് എന്റെ മോനിക്ക് എല്ലാം നമ്മളെ ഇവിടെ ആൾട്ടോ കാറാ, ഏത് കാറ് കണ്ടാലും ആൾട്ടോ കാറാന്ന് പറയും. റെഡ് കാറ് എനിക്ക് ആൾട്ടോ കാറ്, റെഡ് കാറ് ആൾട്ടോ കാറ്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വൺ, ലാംഗ്വേജിനെ എൻജോയ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ പോയംസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയംസ് ഒക്കെ അവര്, അതായത് അമ്മമാര് പാടിക്കൊടുക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ ചില ചോദ്യങ്ങൾ അവര് ചോദിക്കാറുണ്ട്, അതായത് തമാശ രൂപേണയുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, ഇസ് ദാറ്റ് ആൻ എലിഫന്റ് ഓൺ യുവർ ഹെഡ്? നിന്റെ തലയിൽ ആനയാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ ചോദിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, പലതരത്തിലുള്ള കുസൃതി ചോദ്യങ്ങളും മറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ്, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് എന്ത് തന്നെയായാലും അവര് പുറത്തേക്ക് പ്രകടിപ്പിക്കും, അടക്കി വെക്കില്ല. വലിയ ആളുകളെ പോലെ മനസ്സില് വെക്കില്ല, മറിച്ച് അത് എക്സ്പ്രസ് ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും കേട്ടോ, അത് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, അവർക്ക് വന്നിട്ടുള്ള ഐഡിയാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അവര് എക്സ്പ്രസ് ചെയ്യാം, ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങും. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പൊ തന്റെ ചുറ്റിനും തന്റെ വീടിന് പരിസരത്ത് എന്തൊക്കെയാണുള്ളത്, തന്റെ വീട്ടില് പട്ടിയുണ്ട് അല്ലെങ്കിൽ കോഴിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു എൻവയൺമെന്റിന്റെ സറൗണ്ടിങ്സിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ട് അവയർനെസ് ഉണ്ടാകും. അതുപോലെ തന്നെ ചില വേർഡുകൾ അല്ലെങ്കിൽ ചില വെർബുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ING വെച്ച് വരുന്ന വെർബുകൾ കേട്ടോ. വാക്കിംഗ്, ടോക്കിംഗ്, അതായത് നടക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെയുള്ള ചില വെർബുകൾ ഉപയോഗിച്ചുള്ള സെന്റൻസ് പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ ചില സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നുണ്ട്. അതായത് വിശക്കുമ്പോൾ നീ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള മറുപടി നിങ്ങൾ പറയാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ സെന്റൻസുകൾ, പറയുന്ന സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്യും, ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുകയും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് 3 to 4 ഇയേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. എന്റെ മോളി പറഞ്ഞ പോലെ, എന്താണ് ലിനി? എന്റെ മോളി പറഞ്ഞ പോലെ മോൾക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ ലൈഫില്? അതെ അതെ നിങ്ങളുമായിട്ട് ആ പറ്റുന്നുണ്ട്. ലിനി പറഞ്ഞോളൂ കേട്ടോ. ഇത് മറ്റേ നമ്മള് പഠിപ്പിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, റൈംസും അതൊക്കെ പറയുന്നില്ലേ, അതുപോലെ എന്റെ മോൻ ഞാൻ ഈ കളർഡീന് ഇത് പഠിപ്പിക്കാനായിട്ട് നോക്കുമ്പോ മോൾക്കും പറയണമെന്നുണ്ട് ഭയങ്കര വാശി. അപ്പൊ കറക്റ്റ് അതേപോലെ തന്നെ കിട്ടിയില്ലെങ്കിലും ആ ഒരു ചെറിയൊരു ഫ്ലുവൻസിയിൽ ആള് ട്രൈ ചെയ്ത് പറയാ, കറക്റ്റ് ആയിട്ട് അത് ഫുള്ളും പറയാൻ ശ്രമിച്ചു. ഒരു വയസ്സുള്ളോ, മോന് 3ഉം മോൾക്ക് 1ഉം. പക്ഷെ എനിക്ക് പറയണം, എനിക്ക് പറഞ്ഞു താന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. ഇത് പറഞ്ഞെടുത്ത് പറയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിജയിച്ചു പോയി. ഓക്കെ, നെക്സ്റ്റ് വൺ 4 to 5 ഇയേഴ്സ് കേട്ടോ. ഒരാളൊന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ആരാണ് വായിക്കുക? 4 to 5 ഇയേഴ്സ്. സൗമ്യ ഉദയകുമാർ. Yes, miss. ഒന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay, miss. 4 to 5 years. Understands
spatial concepts such as behind or next to. Understands complex questions. Speech is understandable but makes mistakes pronouncing long, difficult, or complex words such as hippopotamus. Use some irregular past tense verbs such as ran or fell. Describe how to do things such as painting a picture. Next one, list items that belong in a category such as animals or vehicles. Next one, answers why questions. 4 to 5 years ആ ഒരു ഏജിലെ കുട്ടികൾ നമ്മളിപ്പോ അവരുടെ പുറകിലോട്ട് അല്ലെങ്കിൽ അടുത്തത് നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുക നിൽക്കുക എന്ന് പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അല്ലെങ്കിൽ അവർ പറഞ്ഞാലും അതൊക്കെ എത്ര കഠിനമായ കാര്യങ്ങളായാലും അവർക്ക് നമ്മൾക്ക് ചോദിക്കാനുള്ള ഒരു ഇത് അവർക്ക് കാണും. സംശയം അവർക്ക് എപ്പോഴും സംശയങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളോട് അവർക്ക് ചോദിക്കാനുള്ള ഒരു സമയമാണ് അത്. പിന്നെ സ്പീച്ച് അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് മേക്സ് മിസ്റ്റേക്ക് പ്രൊണൗൺസിങ് ഡിഫിക്കൽട്ട് ഓർ എക്സാമ്പിൾ. പിന്നെ അവർക്ക് എല്ലാ സംസാരിക്കുന്ന സമയമാണെങ്കിലും ചില വേർഡ്സ് അവർക്ക് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. എക്സാമ്പിൾ ഹിപ്പോപ്പൊട്ടാമസ് പോലുള്ള വാക്കുകൾ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും സംസാരിക്കാൻ, പ്രൊണൗൺസ് ചെയ്യാൻ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത്. പിന്നെ സം ഇറഗുലർ പാസ്റ്റേഴ്സ്, എല്ലാ വാക്കുകളും അവർക്ക് ഉച്ചരിച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ റാൻ ഫെൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹൗ ടു ഡു തിങ്സ് സച്ച് ആസ് പെയിന്റിങ് എ പിക്ചർ. ഇപ്പോൾ ഒരു പിക്ചർ ഒരു പെയിന്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റണം. അപ്പൊ ആ ഒരു സമയത്ത് ഒരു കാര്യം ഇന്ന ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതുപോലെ അവരും തിരിച്ച് അതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കണം. ലിസൺ ഐറ്റംസ് ദാറ്റ് ബിലോങ് ഇൻ കാറ്റഗറി സച്ച് ആസ് ആനിമൽസ് ഓർ വെഹിക്കിൾസ്. പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ അനിമൽസിനെ കുറിച്ചായാലും ഒരു വെഹിക്കിൾസിനെ കുറിച്ചായാലും ഒരു കാറ്റഗറി അനുസരിച്ച് ഡിഫറെന്റ് വേർതിരിച്ച് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പൊ കാറായാലും അത് ഇന്ന കാറാണ്, അത് ഇന്ന വണ്ടിയാണ്, അത് ഇന്ന കളറാണ് എന്നൊക്കെ മനസ്സിലാവും. ഒരു ആനിമൽ ആയാലും അത് ഇന്ന കാറ്റഗറിയിൽ ഉള്ളതാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് ആണ് അവർക്ക്. പിന്നെ ഏത് ക്വസ്റ്റ്യൻസിനായാലും വൈ, എന്തൊക്കെ ഒരു സംശയം എപ്പോഴും അവർക്ക് സംശയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ 4 തൊട്ട് 5 വയസ്സ് എപ്പോഴും ക്വസ്റ്റ്യനിങ് ആണ്, സംശയം. ഇതെന്താണ്, അല്ലെങ്കിൽ അതെന്താണ്, ഇതെന്ത് സംഭവിക്കും, അതെങ്ങനെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അവർ സംശയമാണ്. ആ ഒരു ടൈമാണ് ഈ ഒരു 4 to 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് സ്പേഷ്യൽ കൺസെപ്റ്റ്സ്, അതായത് സ്പെഷ്യൽ കൺസെപ്റ്റുകളായിട്ടുള്ള ബിഹൈൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ കോംപ്ലക്സ് സെന്റൻസ്, സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ സ്പീച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ്. പക്ഷെ പ്രൊനൗൺസിൽ ചിലപ്പോ എന്താ പറയാ, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോ മിസ്റ്റേക്കുകൾ വരാം, ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവാം. അതായത് കോംപ്ലക്സ് വേർഡുകളായിട്ട് നമ്മള്, അതായത് കുഞ്ഞുങ്ങള്, അതായത് 4 to 5 years വരെയുള്ള കുഞ്ഞുങ്ങള് ചില കോംപ്ലക്സ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ തെറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്ന ഒരു ലോങ് വേർഡ് ആണ്. അത് ചിലപ്പോൾ കുഞ്ഞുച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിന് തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, എന്നിരുന്നാലും മറ്റുള്ളവർക്ക് അവർ പറയുന്നത് മനസ്സിലാവും. പിന്നെ പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങൾ പറയുന്നു. റാൻ ഓർ ഫെൽ, ഓടി അല്ലെങ്കിൽ വീണു പോലുള്ള കാര്യങ്ങൾ. ഇപ്പോ നമുക്കറിയാം കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കും അല്ലെ, കൂടുതൽ സമയം സ്കൂളിലാണ്. അപ്പൊ സ്കൂളിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓടിക്കളിക്കുകയോ അല്ലെങ്കിൽ കളിക്കുമ്പോൾ വീഴുകയോ ചെയ്തു കഴിഞ്ഞാല് അത് അവർ ഓർത്തെടുത്ത് വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അത് അമ്മയോട് ഷെയർ ചെയ്യാറുണ്ട്, പറയാറുണ്ടാവും.
ഉണ്ടല്ലേ. ഞാൻ വീണു അമ്മേ, അല്ലെങ്കിൽ ഞാൻ ഓടിക്കളിച്ചു അമ്മേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറില്ല അല്ലെ, ഉണ്ടല്ലേ. അപ്പൊ ഇതാണ്, അതായത് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാലത്തില്, അതായത് കഴിഞ്ഞൊരു സമയത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പിക്ചർ വരയ്ക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതായത് കൂടുതലായിട്ട് അവരുടെ ബ്രെയിനിലോട്ട് കൂടുതൽ കാര്യങ്ങൾ കയറുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അനിമൽസിനെയും അതുപോലെ തന്നെ വെഹിക്കിൾസിനെയും ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇത് അനിമൽസ് ആണ്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ അനിമൽസിനെയും വെഹിക്കിൾസിനെയും ഒക്കെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നു കേട്ടോ. ഓക്കെ. അതായത് എന്തെങ്കിലും കുഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറോ നീ എന്തിനാണ് അത് ചെയ്തത്. അപ്പൊ കൂടുതൽ എക്സ്പ്ലനേഷൻ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണത് 4 to 5 years എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ 5 years കേട്ടോ. സംഗീത റീഡ് ചെയ്യോ കേട്ടോ. സംഗീത 5 years. Understands time sequence. For example, what happened first, second or third. അവര് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പഠിക്കുന്ന ഒരു ടൈമാണത്. അതായത് എന്താണ് ആദ്യം, അതായത് ആദ്യം എന്ത് നടന്നു, രണ്ടാമത് എന്ത് നടന്നു, മൂന്നാമത് എന്ത് നടന്നു, അങ്ങനെയുള്ള സമയം വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ടൈം സീക്വൻസ് എപ്പോഴാണ് എന്തൊക്കെയാണ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് carries out of series of 3 directions. അവരാ ഡയറക്ഷൻ എനിക്കത് ക്ലിയർ ആയില്ല, എന്നാലും ഞാൻ പറയുന്നത് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. 3 തരത്തിലുള്ള ഡയറക്ഷൻ ആണ് ഉള്ളത്. അതായത് കേൾക്കാനായിട്ട് ആരംഭിക്കുന്നു, ലിസൺ ചെയ്യുന്നു, ദെൻ സംസാരിക്കുന്നു, സ്പീക്ക് ചെയ്യുന്നു, റീഡിങ് ആൻഡ് റൈറ്റിംഗ് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും തുടങ്ങുന്നു. 5 years അല്ലെ. കുഞ്ഞുങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങി വരില്ലേ. ചെറിയ ചെറിയ വേർഡുകളാണെങ്കിലും അവര് കുത്തി വായിക്കാനും ചെറിയ അതായത് ലെറ്ററുകൾ വെച്ചിട്ട് വലിയ വേർഡുകളൊന്നും അല്ല ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തറ, പറ, പന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. ദാറ്റ് ഈസ് 3 direction കേട്ടോ. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ. അണ്ടർസ്റ്റാൻഡ്സ് റൈമിങ്, അതായത് അവർ ആ പാട്ടുകൾ റൈംസ് ഒക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അത് അവര് തിരിച്ചത് പാടാനും ശ്രമിക്കുന്ന ടൈമാണ് 5 years. എൻഗേജസ് ഇൻ കൺവെർസേഷൻ. അതെന്താ മിസ് ഉദ്ദേശിക്കുന്നത് അവിടെ? എനിക്ക് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു, അതായത് ഒരാളുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങൾ തന്നെ ക്ലാസ് റൂമുകളിൽ ഈ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, 2 പേര് തമ്മിൽ നന്നായിട്ട് സംസാരിക്കും അല്ലെ. അതായത് ഫ്രണ്ട്സ് ആവില്ലേ കൂടുതലായിട്ട്, അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവില്ലേ. അപ്പൊ ഒരാളുമായിട്ട്, അതിപ്പോ ക്ലാസ് റൂമിൽ തന്നെ ആകണമെന്നില്ല, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോൺവെർസേഷനിൽ, അതായത് ലോങ് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു, വളരെയധികം സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. മുമ്പ് കുറച്ചാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നതാണ്. ദാറ്റ് ഈസ് എൻഗേജസ് ഇൻ കോൺവെർസേഷൻ. ഓക്കെ. എന്റെ മോനിലെ ഇമാജിൻ ചെയ്ത് സംസാരിക്കും ചില കാര്യങ്ങള്. ഞാൻ ലിസൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ചും കൂടി ഒന്ന് കൂട്ടി പറയും. എനിക്ക് മനസ്സിലാവും അത് ഇമാജിനേഷൻ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ പറയും മിസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇതിങ്ങനെയാ സംഭവിച്ചു, ഞാൻ വെറുതെ ഒന്ന് എന്റെ കയ്യിൽ നിന്നിടും. അപ്പൊ അത് അത്രയില്ല, അതപ്പൊ പിന്നെ കുറക്കും, അത്രയില്ല, അതേ നടന്നിട്ടുള്ളൂ, ഇത് നടന്നിട്ടില്ല, അങ്ങനെ കുറച്ച് കൊണ്ടുവരും. ലാസ്റ്റ് സംഗതി ചെറുതായിരിക്കും, അവനത് ഇലാബറേറ്റ് ചെയ്ത് അതിനെ ഓന്റേതായ രീതിയിൽ ഇമാജിനേഷൻ ചെയ്ത് പറയും. ഇത് കേൾക്കാൻ നല്ല രസമാണ്. ആദ്യം ഞാൻ ഇരുന്ന് കേൾക്കും, പിന്നെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കുറച്ച് കൊണ്ടുവന്ന് അതിനെ ഇതാക്കും. സെന്റൻസ് ക്യാൻ ബി 8 or more words in length. അവര് 8 സെന്റൻസ് വരെയുള്ള കാര്യങ്ങൾ അവര് നല്ല ക്ലിയർ ആയിട്ട് ലെങ്ത്തിൽ തന്നെ അവര് പറയും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 8 വേർഡ് അല്ലെങ്കിൽ അതിലും കൂടുതൽ, മോർ വേർഡ്സ്, ഏറ്റവും മോർ വേർഡ്സ് എന്നാ പറയുന്നത്. ഏറ്റവും അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വേർഡ്സുകൾ അവരുടെ സെന്റൻസ് ആയിട്ട് ലെങ്ത്തിൽ പറയാനായിട്ട് തുടങ്ങും. ഓക്കെ.
യൂസസ് കമ്പോണൻസ് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ്. അവർ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വേർഡ്സ് വരെ അവർ പറയാൻ ശ്രമിച്ച് അവരത് ക്ലിയർ ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രൈബ് ഒബ്ജക്ട്സ്, അവര് ആ ഒരു സംഭവത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവം എന്താണെന്നും ആ ഒബ്ജക്ട് എന്താണെന്നും അവർ വിവരിച്ച് നമ്മളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ യൂസ് ഇമാജിനേഷൻ ടു ക്രിയേറ്റീവ് സ്റ്റോറീസ്, അവര് അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ അവർ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി നമുക്ക് അവർ പറഞ്ഞു തരും. ഇപ്പൊ ഒരു ആനേനെ കണ്ടു എന്നുള്ളത്, നീ ആനേനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാം, ആനേനെ ഞങ്ങൾ കണ്ടു, ആ ആന ഇങ്ങനെ നടന്നു വരുമായിരുന്നു, ആന ഇന്നത് ചെയ്തു, എവിടെ ആന നടന്നിട്ടും കൂടി ഉണ്ടാവില്ല, അവിടെ നിൽക്കേണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുട്ടി അത് ഞാൻ ഇത്രയും ഞാൻ അത് മനസ്സിലാക്കിയത് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ആന ഇങ്ങനെയൊക്കെ ചെയ്തു അമ്മ ഇല്ലെങ്കിൽ അച്ഛാന്ന് വന്നിട്ട് നമ്മളോട് പറയും. ശരിയല്ലേ മിസ്സേ? യെസ്, അത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ആൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ക്രേസ് ഉള്ള ഒരു സംഭവമാണ് JCB എന്ന് പറയുന്നത്. ആണോ? JCBനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു കൗതുകമാണ് ഉണ്ടാവുക അല്ലെ. അതിനെക്കുറിച്ച് അവർ കൂടുതലായിട്ട് പറയും, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. അതായത് അത് വരുമ്പോൾ ചില സന്ദർഭങ്ങളിലാണ്, എല്ലായ്പ്പോഴും ചിലപ്പോൾ JCB ഇപ്പൊ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ വീടിന് പുറത്തോ വരണം എന്നില്ല, ചില സാഹചര്യങ്ങളിലായിരിക്കും അത് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിന്ന് മാറില്ല, അതിനെ തന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഇത്തരത്തില് ഒരു കാര്യത്തെ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സമയമാണിത് 5 years എന്ന് പറയുന്നത്. ഈ JCB ക്രേസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് തുടങ്ങി വലിയ ആളുകൾക്ക് വരെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് വല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മൈൽസ്റ്റോൺ, അതായത് പ്രധാനമായിട്ടും ഈ ടേബിളിൽ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സില് ഇതിന്റെ PDF അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകും, ഈസി ആകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ടേബിൾ എടുത്തിട്ടത്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ മാം, കണ്ണൂർ ഒരു പാർക്കില് JCB കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. പാർക്കിന്റെ നെയിം എന്നോട് മറന്നുപോയി. ശരിക്കും അവര് JCBയിൽ ഇരുന്നിട്ടത് ആ പൂഴി അങ്ങനെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടിടുന്ന ഒരു എക്സ്പീരിയൻസ് ഞാനും അതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു രസമാണ്, കുട്ടികൾക്ക് ആ ഒരു കൗതുകം മാറി കിട്ടും. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ അതെടുത്ത് അതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള നല്ലൊരു സംഭവം. ആ പാർക്കിന്റെ നെയിം വിട്ടുപോയി, ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം. എവിടെ പ്ലേസ് ഏതാ, എവിടെയാ? കണ്ണൂര് തന്നെയാണെന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് പെട്ടെന്ന് ആ പ്ലേസ് ആ പാർക്കിന്റെ നെയിം എന്നോട് വിട്ടുവെച്ചു. ഞാൻ അത് പറയേണ്ടത് കൊണ്ട് പറഞ്ഞ ഓർത്തെടുക്കുകയാണെങ്കിൽ പറഞ്ഞു തരണേ. ശരി കണ്ണൂരല്ല. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം അല്ലെ. അടുത്ത ഫ്രൈഡേ കാണാം കേട്ടോ. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? ഞാനാണ് മാം സൈൻ ഓഫ്. ഓക്കെ, നിവ്യ മാധവൻ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. The cows and the lions. 5 cows lived in a little forest. They ate fresh grass in a large green meadow. They were kind friends. They decided to do everything together, so the lions couldn't attack them for food. One day, the 5 cows fought and each one started to eat grass in a different place. The lions decided to seize the opportunity and killed them one by one. Moral: unity is strength. കഴിഞ്ഞു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. മാം ഷിജിനാസിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ആള് ഇതിന്ന് ലെഫ്റ്റ് ആയി തോന്നുന്നുണ്ട്. എനിക്കറിയാം ലെഫ്റ്റ് ആയി. ഓക്കെ അതറിയാം. മെസ്സേജ് അറിയിക്കാം. ഓക്കെ താങ്ക് യു. താങ്ക് യു മാം.